അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമസ്കാരം. വളരെ സന്തോഷത്തിലാണ്, റാഹത്തിലാണ്. കാരണം നമുക്കൊക്കെ മനസ്സിന് എപ്പോഴും വേണ്ടത് ഒരു സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടിയാണ് 10-20,000 ആളുകൾ 2 ലൈവ് നടക്കുന്ന നൂറെ ഹബീബിൻ്റെ സദസ്സ് പോയിരിക്കുന്നത്. ഞാനൊക്കെ വല്ലപ്പോഴും ഇപ്പോൾ ഒന്ന് തുറന്ന് കണ്ടെങ്കിലായി. പക്ഷെങ്കിൽ അവിടുന്ന് ചെല്ലുന്ന സലാത്തുൽ ഫാത്തിഹ നിർത്താതെ ചില സമയത്ത് ചൊല്ലിപ്പോകും. വല്ലാത്തൊരു ഇഷ്ടമായി പോയി സലാത്തുൽ ഫാത്തിഹിനോട്. ഇന്നൊക്കെ സലാത്തുൽ ഫാത്തിഹ തങ്ങളെ അനിയൻ അവിടുന്ന് ഇന്നത്തെ ലൈവിൽ സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന സമയത്ത് അതിനൊക്കെ വിട്ടൊരു കമൻറ്റ് കണ്ടപ്പം ഹൃദയം പൊട്ടിപ്പോയി. ഇപ്പം ഞാൻ വന്നത് മറ്റൊന്നിനല്ല. ഇന്നലെ രാത്രി ഞാൻ 2 മണിക്കാണ് കിടന്നത്. സാധാരണ സുബൈ നിസ്കരിച്ചിട്ടായിരുന്നു ഉറങ്ങല്. ഇന്ന് സുബൈൻ്റെ മുമ്പ് ഉറങ്ങി. ആ സുബൈൻ്റെ ബാങ്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. കളവ് അറിയല്ലോ കേട്ടോ, ഇതിലൊരിത്തിരിയും കളവില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ട സത്യം. ഞാൻ ഒരാളെയും പിടിച്ച് സത്യം ചെയ്യല്ല. ഞാൻ തന്നെയാണെങ്കിൽ സത്യം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിച്ചോളി. ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളെ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുക, ആറ്റക്കോയ തങ്ങൾ എന്താ റസൂലാണോ സത്യം ചെയ്യാനെന്ന്? റസൂലിൻ്റെ താബി അല്ല. എന്തായി കഴിഞ്ഞാലും ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹം ബഹ്റൈനിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളും ബഹ്റൈനിലെത്തിയപ്പം ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. ചെന്ന സമയത്ത് തന്നെ എന്നെ കാണുകയും പരിചയപ്പെടുകയും അറിയുകയും മണിക്കൂറുകളോളം ഞാൻ അവിടെ സംസാരിച്ചിരുന്നു. ആകെ 1 മണിക്കൂർ ഞാൻ ഉറക്കത്ത് കണ്ടപ്പം മണിക്കൂറുകളോളം ഞാൻ അദ്ദേഹത്തിൻ്റെ എത്തിയിരുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ 3 മണിക്കൂറായിട്ടുള്ള അവിടെ ഇന്ന് രാവിലെ നടന്ന പരിപാടിയാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ തുറന്നപ്പോൾ നൂർ ഹബീബിൻ്റെ ഒരു വീഡിയോയിൽ തങ്ങൾ പറയുന്നതും കൂടിയാണ്. ഉറക്കത്ത് കണ്ടതും ഈ വീഡിയോ രണ്ടും എന്തെങ്കിലും പൊരുത്തണ്ടോ നോക്കണം. വിഷമങ്ങൾ മാറാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ കടങ്ങൾ വീടാൻ, നമ്മളെ റഹ്മത്തിന്റെ മലക്കിനാൽ ഇറക്കി തരാൻ എന്തൊക്കെ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയാണ് ഒന്നാമത്തെ സ്വലാത്ത് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്വലാത്ത് നമ്മളെ രോഗങ്ങളുള്ള ശിഫയാക്കി തരട്ടെ. ഒരുപാട് പേര് രോഗികളാണ്, ഒരുപാട് പേര് രോഗികളാണ്. ശിഫയാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറാതെ. രണ്ടാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ, മൂന്നാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ അല്ല നമുക്ക് ഭാഗ്യം നൽകട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് ലക്ഷോപലക്ഷം സഹാബികളെ ശ്രമം കൊള്ളുന്ന ആ ജന്നത്തുൽ ബഖീ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതിനു വേണ്ടിയാണ് 3 സ്വലാത്ത് ചൊല്ലുന്നത്. അല്ലാഹുവേ, അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ ഞങ്ങൾ ഇവിടെ വെച്ച് ചൊല്ലുന്ന സ്വലാത്തുകളെ എഴുതി വെക്കണേ അല്ലാഹ്. അതുകൊണ്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണേ, ആവേശത്തോടെ ചൊല്ലണം. നമ്മൾ കേൾക്കണം. ഇതിലെ പറഞ്ഞത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, സ്വപ്നം കാണാൻ സലാത്ത് ചെല്ലുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ തങ്ങളെ കുറഞ്ഞ സലാത്ത് ഞാൻ ചൊല്ലിയത് കൊണ്ട് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ തങ്ങളെ ഞാൻ ഒരുപാട് തങ്ങന്മാർ ഞാൻ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പള്ളിയിലുള്ള ദർസിൽ. കുറഞ്ഞ കാലേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ആക്സിഡൻ്റായി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതേപോലെ ഞാൻ പറയും, ഈ തങ്ങളെ സലാത്തുൽ ഫാത്തിഹ സദസ്സിൽ ഇരുന്നു കൊണ്ട് നൂറെ ഹബീബ് കണ്ടുകൊണ്ട് അതിലിരുന്ന ഒരു സ്ത്രീ എൻ്റെ നമ്പർ കണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. സത്യം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തിനെ റസൂൽ കരീം ഹബീബിനെ സ്വപ്നം കണ്ടെന്നുള്ളത് ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞതാണ്. അത് പറയാത്ത എത്ര ആളുണ്ടാവും? 10-20,000 ആൾക്കാർ രാവിലെ പുലർച്ചെ സുബൈൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇത് ഓണാക്കി കാണുന്നുണ്ടെങ്കിൽ വൈകുന്നേരം മഗ്‌രിബിൻ്റെ സമയത്ത് ഹറാമ് കാണാതെ
ഹലാല് കണ്ടുകൊണ്ട് സലാത്ത് ചെല്ലുന്ന ആളുകളെ ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ ഈ ഒരു സയ്യിദ് കുടുംബത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലുത് വേറെ എന്താണ്? തങ്ങൾ അനിയൻ സലാത്ത് ചെല്ലുന്ന സമയത്ത് അതിന് കമന്റ് ഇട്ട കുറച്ച് ആൾക്കാരെ കൂടി ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഈ കമന്റ് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ദജ്ജാല് തന്നെ വിളിക്കവരൊക്കെ ദജ്ജാല്, അതല്ലാതെ വേറൊന്നുമല്ല, ശൈത്താന്മാര്. സലാത്ത് ചെല്ലുന്ന സമയത്ത് അവിടെയും ഒന്ന് കമന്റ് ഇടുകയാണ്, ആ തങ്ങളെ കുറ്റം പറയാ. ഇവർ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഈ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഈ സയ്യിദന്മാരെ കുറ്റം പറയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഇവരൊന്ന് മുറുകെ പിടിച്ചു നോക്കൂ പ്രിയപ്പെട്ടവര്. ഈ കമന്റ് എഴുതുന്ന ആളുകളോടും ഈ ആറ്റക്കോയ തങ്ങളെ നൂറെ ഹബീബിനെ കുറിച്ചും വിമർശനങ്ങൾ നടത്തുന്നവരോട് ഞാൻ പറയാ, ഒരു നിമിഷം ഒരു ഗ്ലാസ് ചായ നിങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഈ ചായ ഇതിലുള്ള വെള്ളം നിങ്ങൾക്ക് തരാൻ, നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളാണോ, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ അധ്വാനത്തിന്റെ ഫലമാണോ ഈ വെള്ളം നിങ്ങൾക്ക് കിട്ടിയത്? ഒരിക്കലുമല്ല. കഴിഞ്ഞ മുമ്പ് ഏതൊരു ഉസ്താദ് താടി വെച്ച എന്താ അൻസാറിൽ സുഹരി ഉസ്താദെല്ലാം പറയും, മരണത്തെ നിങ്ങൾ പേടിക്കണം, ഭയക്കണം. അതിൽ വീണ് പോയി കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ അദ്ദേഹത്തിന് ഇന്ന് വരെ എന്തെങ്കിലും ഒരു പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ഇതേപോലെ വിമർശത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. ഇന്ന് ഈ ലോകത്തല്ല, നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് തങ്ങളെ കണ്ടിട്ട് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾക്കും അൻസാരി ഉസ്താദെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിച്ച് ആ പള്ളിയിലോ മദ്രസിലോ ഇരുന്നെങ്ങാന് കിതാബ് ഓതിങ്ങാന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദ് ഓൺലൈനിൽ വന്നുകൊണ്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ആളുകളെ നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ എനിക്കൊക്കെ വിട്ടിരുന്നത് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്തിനാണ് ഉസ്താദന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്ന് എത്ര ആളുകളാണ് ആറ്റക്കോയ തങ്ങളെടുത്ത് വന്ന് കാല് പിടിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടും ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഭേദമാകാത്ത അസുഖങ്ങളെക്കുറിച്ചും മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഭർത്താവ് നോക്കുന്നില്ല, മക്കൾ വ്യതിചലിച്ചു പോയി, മക്കൾ ലഹരിക്ക് അടിമയായി പോയി, മക്കളെ പിടിച്ചാൽ കിട്ടുന്നില്ല, ഉസ്താദെ ദുആ ചെയ്യണം. എത്ര ആളുകളാണ് ഇതൊക്കെ ഉള്ളതാണ്. ഇതിനൊക്കെ നിർബന്ധമായിട്ടും മറുപടി ഉസ്താദുമാരെ നിങ്ങൾ പറയും, വിമർശനത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ ഇത്രയും പരസ്യമായിട്ട് 10,000-കണക്കിന് ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ആ ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്തത് അതൊക്കെ കഴിച്ചിട്ടുണ്ടാകും. നിങ്ങളെ വീട്ടിലൊരു 500 ആളെ വിളിച്ചൊരു പരിപാടി നടത്തണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെ വിളിച്ചിട്ട് കസാല, മേശ, എല്ലാം പന്തല് എല്ലാം റെഡിയാക്കിയിട്ട് ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുന്നതാണ്? ഈ വരുന്ന ആൾക്കാർ തുച്ഛമായ ചെറിയൊരു പൈസ കൊടുക്കുന്നത് എല്ലാം കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ കച്ചവടം, ലാഭം, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. വേറെ പണിക്ക് പോയിക്കൂടെന്ന്. അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനും ഈ പറയുന്ന ഈ വിമർശിക്കുന്ന നിങ്ങളെല്ലാവരും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നല്ല സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്ന 8, 10, 12 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് നിങ്ങളൊക്കെ. നിങ്ങളൊക്കെ ഉറങ്ങുന്നില്ലേ? ഇവരെത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ നോക്കിയിട്ടുണ്ടോ? ഈ സയ്യിദന്മാര് അവർ പണം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ലക്ഷ്യമെങ്കിൽ അവർക്ക് ഇങ്ങനെ അത് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ പോരെ. ഈ ഉണ്ടാക്കുന്നതിൽ ഇരട്ടിയും പാവപ്പെട്ട എത്തിമക്കളെ ഫോട്ടോ മെഞ്ഞാന്ന് ഇവിടെ കാണിച്ചു തങ്ങളപ്പാപ്പ. അറിയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങളപ്പാപ്പ മക്കളെ കൊണ്ടുവന്ന് കാണിച്ചെന്നത്. എത്ര കല്യാണങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, ഭ്രാന്തനെന്നോ ഒരു സമ്പന്നനൊന്നും നോക്കാതെ എല്ലാവരെ കയ്യും പിടിച്ചുകൊണ്ട് മുസാഫാത്ത് ചെയ്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന തങ്ങളും തങ്ങളെ കുടുംബവും ഇവരല്ലാതെ വേറെ ആരെ കഴിയാ? ബാക്കിയുള്ള ഒരുപാട് തങ്ങന്മാരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അവരോട് വഹിക്കാവുന്ന പോകുന്നത് അല്ലേ? നമുക്ക് അവരുടെ അടുത്ത് പോയി മുസാഫാത്ത് ചെയ്യണമെങ്കിൽ തന്നെ എത്ര റെക്കമെൻഡ് വാങ്ങേണ്ടി വരും. അറ്റക്കോയ നിങ്ങൾ എവിടെയാ ഉള്ളത്? ആ ലൊക്കേഷൻ നേരത്തെ അറിയിക്കുകയാണ്, ബുക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് പോകാം, കാണാം, സംസാരിക്കാം. നിങ്ങളിലുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. ആ കൊടുക്കുന്നതിനാണ് ഈ വിമർശനങ്ങൾ മുഴുവൻ കിട്ടുന്നത്. അധികമായി പോയി, തങ്ങൾ കൊടുക്കുന്നത് അധികമായി പോയി എന്നുള്ള വിമർശനങ്ങൾ, അസൂയ. നിർത്താൻ സമയമായിട്ടുണ്ട്, എല്ലാവർക്കും നിർത്താൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളെ വഴിക്ക് പോവട്ടെ. തങ്ങളും തങ്ങളെ മക്കളും കുടുംബവും ഒക്കെ തങ്ങൾ വിചാരിച്ച വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ വിമർശിക്കാൻ പോകരുത്. നിങ്ങളെ കൊണ്ട് 1 കിലോ അരിയെങ്കിലും ഒരു പാവപ്പെട്ടവന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് ഓൺലൈനിൽ നിങ്ങൾ പറയേ, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഒരു കിണർ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ ഈ ഉസ്താദന്മാരും ഈ പണ്ഡിതന്മാരും തങ്ങളെ കുറ്റം പറയുന്ന തങ്ങന്മാരും ഒക്കെ? ഇല്ല. കമന്റ് ബോക്സിൽ എഴുതി വിടുന്നതിനുണ്ടല്ലോ റബ്ബിന്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും.
പരസ്യമായിട്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്, മനസ്സിലാക്കിക്കൊള്ളേണ്ടി. പരസ്യമായിട്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്. തങ്ങൾ അനിയൻ വന്നിട്ട് ഇവിടെ സലാത്തുൽ ഫാത്തിഹ ചെല്ലാണ്. ഇവർക്ക് ഇത് തന്നെയാണോ ചെല്ലാനുള്ളതെന്ന് ഒരു പെണ്ണാ വന്ന് ചോദിക്കുന്നത്. ഈ സലാത്ത് എന്താണെന്ന് അറിയോ? ഒരു സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 6 ലക്ഷം സലാത്ത് ചൊല്ലിയ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അതുകൊണ്ടാണിത് ചെല്ലുന്നത്. പിന്നെ മാറ്റി മാറ്റി നിങ്ങൾ ഇഷ്ടം പോലെ ഓരോന്ന് ചെല്ലണം. പാട്ട് പാടുന്ന സിനിമയിലൊക്കെ പാട്ട് വരുന്ന മാതിരി. പിന്നെ ചോദിക്കുന്ന ഇവരൊക്കെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ എന്നാണ് ഒരു കമൻറ്റ് വന്നത്. അത് നേരെ കണ്ണാടി എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ഈ പറഞ്ഞ ആളെ നിങ്ങളെ മുഖം നോക്കേണ്ടി. കള്ള ലക്ഷണങ്ങളാണ്, എന്ത് ലക്ഷണമാണുള്ളതെന്ന്. ഈമാനുള്ള മുഖം ഒന്ന് മുഖത്തൊക്കെ ശരിക്കും സൂക്ഷിച്ച് നോക്കേണ്ടി. എന്ത് കള്ള ലക്ഷണമാണ് ഈ മുഖത്തുള്ളത്? എന്ത് ലക്ഷണമുള്ളത്? എന്തിനാണ് ഇതൊക്കെ വേണ്ടാത്ത കമൻറ്റുകൾ എഴുതിക്കുക? നാളേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിർത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നിർത്തും. പിന്നെ അസരി ഉസ്താദ് ഇപ്പം നിർത്തിപ്പോയില്ലേ? നിർത്തൂല. അദ്ദേഹം ഇനിയും വരും. നിർത്താൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല. കാരണം ഈ ഉസ്താദ് തങ്ങളിങ്ങനെ പടിപടിയായിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കിങ്ങനെ പെടക്കൽ ഉറങ്ങാൻ കഴിയില്ല. അവസാനം നമ്മൾ ആളൂരൊക്കെ പോയ മാതിരി പെട്ടെന്ന് അങ്ങ് പോവേണ്ടി വരും കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ആളൂരിന് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, അയാളെ ജോലി എന്തായിരുന്നെന്ന് ഓർമ്മ ഉണ്ടല്ലോ, കുറ്റവാളികളെ സഹായിക്കൽ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പച്ചിറച്ചി തിന്നുന്നതിന് ഒരു കണക്കുണ്ട്. റമദാൻ മാസത്തിൽ പോലും പെണ്ണുങ്ങളെ വിട്ടുങ്ങാഞ്ഞ് അവരൊക്കെ എവിടെ പോയി? ഇനി മറക്കും, ഉറപ്പാ, ഒരു സംശയമില്ല. എനിക്ക് അവസാനമായിട്ട് പ്രിയപ്പെട്ട സയ്യിദിനോട് പറയാനുള്ള, സയ്യിദെ, നിങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഒന്നല്ല, എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ആർക്കും തൊടാൻ കഴിയില്ല. കേസുകൾ വരും, പ്രശ്നങ്ങൾ വരും, എല്ലാം വരും സയ്യിദെ. എല്ലാത്തിനെയും തരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സയ്യിദ് പറയുന്നത് എന്താണെന്നറിയോ? തൊട്ടിങ്ങോട്ട് നോക്കിയിട്ട് തൻ്റെ അനുചരന്മാരോട് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്നത്. പങ്കുകൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.